നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. സ്റ്റോൺ ചെയിൻ രണ്ട് മെത്തേഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സ്റ്റോൺ ചെയിൻ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഇതാണ് സ്റ്റോൺ ചെയിൻ. ഇത് വൈറ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ കളറിലും അവൈലബിൾ ആണ്. സ്റ്റോൺ ചെയിൻ നമ്മൾ മീറ്ററിലാണ് വാങ്ങുന്നത്. നമുക്ക് എത്ര മീറ്ററാണോ ആവശ്യമുള്ളത് അത്രയും മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബേസ് ഗോൾഡനിലും സിൽവറിലും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഗോൾഡൻ ബേസ് ആണ് കേട്ടോ. ഇതിൻ്റെ അടിവശം ഗോൾഡൻ കളറാണ്. സ്റ്റോൺ ചെയിൻ കളറിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ കയ്യിലുള്ള രണ്ട് കളേഴ്സ് ഞാൻ കാണിക്കാം. ഇത് റെഡ് കളറാണ്, ഇത് ഓറഞ്ച് കളറാണ്. സ്റ്റോൺ ചെയിൻ കളറിൽ മാത്രമല്ല സൈസിലും ഡിഫറൻസ് വരാറുണ്ട്. ഈ സ്റ്റോൺ ചെയിൻ കണ്ടോ, ഇത് ഇപ്പം നമ്മൾ കാണിച്ച ആ 3 സ്റ്റോൺ ചെയിനേക്കാൾ സൈസ് വലിപ്പമുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ബേസ് സിൽവർ കളറാണ് കേട്ടോ. ബേസ് സിൽവറും ഗോൾഡനും മാത്രമേ വരാറുള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു 3 സ്റ്റോൺ ചെയിനും ഗോൾഡൻ ബേസ് ഉള്ളതാണ്. സിംഗിൾ കളറിൽ മാത്രമല്ല മൾട്ടി കളറിൽ സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ്. സ്റ്റോൺ ചെയിനിന് റണ്ണിങ് സ്റ്റോണെന്നും അതുപോലെ ചെയിൻ സ്റ്റോണെന്നൊക്കെ പറയാറുണ്ട്. സ്റ്റോൺ ചെയിൻ പോലെ തന്നെ പേൾ ചെയിനും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. സ്റ്റോണിന് പകരം വൈറ്റ് പേൾ ആണെന്നേ ഉള്ളൂ. സ്റ്റിച്ചിങ് രണ്ടും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പേൾ ചെയിനും കൂടി കാണിച്ചത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുന്ന കൂടി പ്രാക്ടീസ് ചെയ്യാം. ഞാനിവിടെ ബിഗ് സൈസ് സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്കിതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടറോ സിസറോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. 2 സ്റ്റോണിൻ്റെ മിഡിൽ പാർട്ടിലാണ് കട്ട് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അരി വർക്കിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഒട്ടിക്കാതെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ്. പക്ഷേ ബിഗിനേഴ്സിന് ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഗ്ലൂ കുറച്ച് മാത്രം യൂസ് ചെയ്യണേ, ജസ്റ്റ് ആ ഒരു സ്റ്റോൺ ഒട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് ആ സ്റ്റോൺ ചെയിൻ നല്ല നീളത്തിൽ വലിച്ചൊട്ടിക്കുക, അല്ലാതെ സ്റ്റോണിനെ എല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒട്ടിക്കല്ലേ. ഇതേപോലെ അടുപ്പിച്ച് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ അകലത്തിൽ വരുന്ന രീതിയിൽ ആ ചെയിനിനെ ഒന്ന് വലിച്ച് ഒട്ടിക്കണം. ഇത് കണ്ടോ, കുറച്ചുകൂടെ സ്റ്റോണിനെ അടുപ്പിക്കുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ വരുന്നത് ഞാൻ കളർ സ്റ്റോണിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ചെയിനിനെ നീളത്തിൽ നമ്മൾ പിടിക്കുമ്പോൾ കണ്ടോ ഓരോ സ്റ്റോണിൻ്റെയും ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. അതേസമയം നമ്മളിത് ഇതേപോലെ അടുപ്പിച്ചാക്കുമ്പോഴേക്ക് ആ സ്റ്റോണിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാതെയാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗ്ലൂ ഒക്കെ ഉണങ്ങി ഇത് കണ്ടോ, നമ്മൾ തൊടുമ്പോൾ ആ സ്റ്റോൺ ചെയിൻ മൂവ് ആകുന്നില്ല. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഗം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ. സ്റ്റിച്ചിങ്ങിന് നമ്മൾ നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. മെഷീൻ ത്രെഡ് നമ്മുടെ ക്ലോത്തിൻ്റെ കളറാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ വൈറ്റ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് കളറായിട്ട് റെഡ് കളർ എടുത്തത്. നിങ്ങളെപ്പോഴും സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കണം കേട്ടോ. അതായത് ക്ലോത്തിൻ്റെ കളർ ത്രെഡ് എടുക്കണം. കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് എടുത്തറിയും, ആ സ്റ്റോൺ ചെയിൻ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെയിം ക്ലോത്തിൻ്റെ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബട്ടൺ ഹോൾ മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ആദ്യത്തെ 2 സ്റ്റോണിൻ്റെ സെൻറ്ററിലെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഓരോ സ്റ്റോണിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കാം. ഇനി തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നേരെ മുകളിൽ, അതായത് ആ 2 സ്റ്റോണിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിലൂടെ തൊട്ട് മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം നീഡിലിനെ റിവേഴ്സ് നേരെ താഴെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ബട്ടൺ ഹോളിൽ ചെയ്തില്ലേ, സെയിം അതേ സ്റ്റിച്ചാണ് കേട്ടോ. ഇനി ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണ്ട, ഡയറക്റ്റ് അടുത്ത 2 സ്റ്റോണിൻ്റെ മിഡിലിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നേരെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവരിക. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം, അപ്പോൾ സ്റ്റിച്ച് നന്നായിട്ട് മനസ്സിലാവും. വീണ്ടും അടുത്ത 2 സ്റ്റോണിൻ്റെ മിഡിലിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനി നേരെ മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവരിക. അടുത്ത 2 സ്റ്റോണിൻ്റെ മിഡിലിലേക്ക് ചെയിൻ സ്റ്റിച്ച്, വീണ്ടും മുകളിലേക്ക്. ഇപ്പോൾ സ്റ്റിച്ച് മനസ്സിലായല്ലോ.
ബട്ടൺ ഹോൾ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തവർക്ക് ഈ സ്റ്റിച്ച് ഈസി ആയിരിക്കും കേട്ടോ. ബട്ടൺ ഹോൾ സ്റ്റിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് 17 റെഫർ ചെയ്താൽ മതി. ഈ മെത്തേഡിൽ നമ്മൾ വൺ സൈഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ലാസ്റ്റ് സ്റ്റോൺ എത്തുമ്പോൾ നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എൻഡ് നോട്ടും കൊടുക്കാം. ഞാൻ ഒന്ന് വരച്ചുകൂടി കാണിക്കാം. ഇതേപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്താൽ മതി. ബട്ടൺ ഹോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരില്ലായിരുന്നു. ആ ഗ്യാപ്പിൽ ഇവിടെ സ്റ്റോൺ വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ആ ലൈനിൻ്റെ അത്രയും ലെങ്ത്തിൽ ഇതുപോലെ സ്റ്റോൺ ചെയിൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഇതേപോലെ സ്റ്റോൺ ചെയിനിനെ വെക്കുക. ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നേരെ മുകളിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവരിക. വീണ്ടും ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മുകളിൽ ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവരിക. മുകളിൽ ചെയ്ത സെയിം അതേ സ്റ്റിച്ചാണ് കേട്ടോ. ഇവിടെ സ്റ്റോൺ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ലൈനിനെ ബേസ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ ഞാൻ സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യെല്ലോ കളർ ത്രെഡ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വൈറ്റ് കളർ ത്രെഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സെയിം കളർ ത്രെഡ് ആവുമ്പോൾ സ്റ്റിച്ച് കാണത്തില്ല, ആ സ്റ്റോൺ ചെയിൻ മാത്രമേ എടുത്ത് കാണത്തുള്ളൂ. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒട്ടിക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബേസ് ലൈൻ വരച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ലൈൻ കയറി ഇറങ്ങിയൊക്കെ പോവും. ഇവിടെ ലാസ്റ്റിൽ നമുക്ക് ആ നീഡലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എൻഡ് നോട്ടും കൊടുക്കാം. ഇപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ കുന്തൻ ഷേപ്പിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഒരു സർക്കിൾ ഷേപ്പും ഗോബി ഷേപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ഒട്ടുന്ന സമയം കൊണ്ട് നമുക്കൊരു സർക്കിൾ ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ പുറത്തൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ പുറത്തേക്ക് സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം സ്റ്റോൺ ചെയിനിനെ വെച്ച് കൊടുക്കുക. ആ സർക്കിൾ വരച്ചിരിക്കുന്ന ലൈനില്ലേ, അതാണ് സ്റ്റിച്ചിൻ്റെ ബേസ് ലൈനായിട്ട് എടുക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് ഇതേപോലെ സ്റ്റോൺ ചെയിനെ വെച്ച് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ചും കൊടുത്തു. ഇനി മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്തു നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവരിക. വീണ്ടും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്തു, മുകളിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവരിക. ഇവിടെ സ്റ്റിച്ചിന് യാതൊരു മാറ്റവും ഇല്ല. ആ സർക്കിൾ വരച്ചിരിക്കുന്ന അനുസരിച്ച് ഓരോ സ്റ്റിച്ചും കൊടുത്താൽ മതി. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ സ്റ്റോൺ ചെയിൻ ആ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരു സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ലാസ്റ്റിലെത്തി. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കി അവിടെ എത്ര സ്റ്റോൺ വേണോ അത്രയും സ്റ്റോൺ വിട്ടതിന് ശേഷം കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ സർക്കിളും അല്ലെങ്കിൽ കർവ് ഫിഗറൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ സെയിം കളർ ത്രെഡാണ് എടുക്കുന്നത്. അതായത് സ്റ്റോണിൻ്റെ കളർ ത്രെഡാണ് എടുക്കുന്നത്. ഇവിടെ പിന്നെ ഡ്രോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഒട്ടിച്ചു കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കാരണം ഇതുപോലുള്ള കുന്തൻ സ്റ്റോണിൽ റൗണ്ടിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗം ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നീഡിൽ കുത്താനുള്ള സ്പേസ് ചിലപ്പോൾ കിട്ടത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീഡിൽ കുത്തി ചെയിൻ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേ. ഇവിടെ ഞാൻ ചെയിൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ലാസ്റ്റിലെത്തുമ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് എത്ര സ്റ്റോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൗണ്ട് അഡ്ജസ്റ്റ് ആവുമെന്ന്. അതിനുശേഷം അത്രയും സ്റ്റോൺ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ റൗണ്ട് കുന്തനിൽ എങ്ങനെയാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നതെന്ന് പഠിച്ചല്ലോ. ഇനി ഗോബി ഷേപ്പിലും കൂടി എങ്ങനെയാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നതെന്ന് പഠിക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ആ ഒരു പോയിൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എവിടെ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇവിടെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ. ഇവിടെ നമുക്ക് ഡ്രോയിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഗോബി ഷേപ്പിനോട് ചേർന്ന് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഗോബി ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മുകളിൽ ആ കോർണർ എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കോർണർ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇനി ഇവിടെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക എത്ര സ്റ്റോണിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന്. ആ ഷേപ്പിനനുസരിച്ച് സ്റ്റോൺ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഗോബി ഷേപ്പും നമുക്ക് കിട്ടിയില്ലേ. ഇപ്പോൾ ലൈനും കർവും അതേപോലെ സ്റ്റോണിലൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ.
ഇനി ഒരു കോർണർ ഷേപ്പും കൂടി പ്രാക്ടീസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ആ 4 കോർണർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കൂടെ അറിയാമല്ലോ. ആദ്യം ഒരു ലൈൻ ഇതേപോലെ സ്റ്റോൺ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിന് ബേസായിട്ട് നമ്മൾ ആ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈൻ എടുക്കാം കേട്ടോ. ആ ലൈനിൻ്റെ എൻഡിൽ നമുക്ക് സ്റ്റോൺ എത്ര വേണോ അത്രയും കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ലൈൻ ഫില്ല് ചെയ്യുന്ന മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഓപ്പോസിറ്റ് ലൈനിൽ വരുന്ന സ്റ്റിച്ചും കൂടി നോക്കണം. ഇവിടെ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയിൻ എടുത്തിരിക്കുന്ന ആ സ്റ്റോൺ വരെയാണ് ആ ഒരു ലൈനിൻ്റെ എൻഡിങ് വരുന്നത്. ലാസ്റ്റ് ചെയിനിൽ നിന്നല്ലേ നമുക്ക് ഓപ്പോസിറ്റിലേക്കുള്ള ലൈൻ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് ചെയിനിനെ അഴിച്ചിട്ട് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്യാം. കോർണർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി അടുത്ത ലൈനിൽ ഇതേപോലെ വെച്ച് നോക്കുക. ഇതേപോലെ വെച്ച് നോക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോർണർ കിട്ടിയില്ലേ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ സൈഡിലും ലാസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് പോകുന്ന ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെ ആ പോയിൻ്റ് വരുന്ന രീതിയിൽ സ്റ്റോണിനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിങ് നമുക്കിപ്പോൾ പുറത്തൂടെ വേണേലും ചെയ്യാം, അകത്തൂടെ വേണേലും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ സ്റ്റിച്ച് പുറത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണേലും ചെയ്യാം. ആ കോർണർ കറക്റ്റായിട്ട് വരുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഞാൻ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ആ സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ക്ലോത്തിൻ്റെ കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ആ കോർണറൊക്കെ കറക്റ്റായിട്ട് വന്നില്ലേ. അപ്പോൾ ഈ സ്റ്റിച്ച് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇത് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്